പല വയർമാൻ സുഹൃത്തുക്കളും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള സുഹൃത്തുക്കളും കീറാമുട്ടിയായിട്ട് കരുതുന്ന ചില കാര്യങ്ങളിൽ ഒന്നാണ് ഈ PLC എന്നൊക്കെ പറഞ്ഞ പേര് കേൾക്കുമ്പോൾ അവരെന്താ എന്ന് വിചാരിക്കും. പ്രോഗ്രാം ലോജിക് കൺട്രോൾ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ ഇതിലുണ്ട്. കൺട്രോൾ വയറിങ്ങിനെ പറ്റിയുള്ള ഞാൻ വീഡിയോ ചെയ്തു തുടങ്ങിയപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പലരും ചോദിച്ചു എന്താണ് ഈ PLC എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ അതിനോട് ചേർത്ത് തന്നെ പറയേണ്ട ഒരു കാര്യമാണെന്ന് തോന്നിയുകൊണ്ടാണ് ഞാൻ ഈ PLCയുടെ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ പണ്ട് ഒരു മെഷീൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നമ്മുടെ പണികൾ ഈസി ആക്കുന്നൊരു സാധനമാണല്ലോ മെഷീൻ. അപ്പോൾ ഈ മെഷീനിനെ വർക്ക് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ മനുഷ്യരായിരുന്നു. ഇപ്പോൾ ഇതിൽ ഒരു നല്ലൊരു നോട്ട് കിട്ടിയതുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അത് വെച്ചൊന്ന് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ മനുഷ്യൻ തന്നെ അതിൻ്റെ അകത്ത് കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്നു. അതിൽ പുള്ളിയുടെ ബ്രെയിൻ വർക്ക് ചെയ്ത് പുള്ളിയുടെ എനർജി ഉപയോഗിച്ച് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് എന്തെങ്കിലും റിസൾട്ട് കിട്ടുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളൊരു എന്തെങ്കിലും പ്രിൻ്റ് ചെയ്യുക, ഇതിപ്പോൾ എനിക്കൊന്നൊരു മെഷീൻ പുള്ളി ചെയ്യുന്നു. അപ്പോൾ ആ മെഷീനിൽ നിന്നൊരു ഔട്ട്പുട്ട് വരുമ്പോഴത്തേക്കും പുള്ളിയുടെ കൈ കൊണ്ടും കണ്ണുകൊണ്ടും കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം പുള്ളി അതനുസരിച്ച് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഒരു സാധനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നമ്മളൊരു സാധനം പ്രിൻ്റ് ചെയ്യണം, അപ്പോൾ അതിൻ്റെ ഇത് കറക്റ്റാവുന്നില്ലെങ്കിൽ അതനുസരിച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമ്മൾ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ സെൻസസ്, അതായത് നമ്മുടെ കണ്ണ്, മൂക്ക്, അങ്ങനെ മുതലായ എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് അതിന് യൂസ് ചെയ്താണ് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ നടത്തുന്നത്. കൈയും ഇതൊക്കെ കൊണ്ട് മെഷീൻ പ്രവർത്തിപ്പിക്കുന്നു. ഇതായിരുന്നു സംഭവം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് 24 മണിക്കൂറും പണിയെടുക്കാൻ പറ്റില്ല. അതും 100% അക്യുറസിയോടെയും പണിയെടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ എനർജി കുറയണനുസരിച്ച് നമ്മുടെ പണി ചെയ്യുന്നതിൻ്റെ ഇത് കുറയും. അപ്പോൾ ഇതിനെയൊക്കെ ചെറുത്ത് നിൽക്കാൻ, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തെ മറികടക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ പറഞ്ഞ PLC പോലത്തെ സാധനങ്ങൾ വരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക് ആക്കുക, അല്ലെങ്കിൽ ഓട്ടോമേഷൻ ചെയ്യുക എന്നുള്ളൊരു സംവിധാനം തന്നെ ആ ഒരു കാര്യത്തിനെ മറികടക്കാൻ വേണ്ടിയാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് പലതരം മെഷീൻസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പാക്കിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഉള്ള മെഷീൻസൊക്കെ ഇഷ്ടം പോലെ മാനുഫാക്ചർ, നമ്മുടെ കേരളത്തിൽ തന്നെ മെഷീൻസ് ഉണ്ടാക്കുന്ന മാനുഫാക്ചേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫാക്ടറീസിലും ഇതിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് അസംബിൾ ചെയ്യുന്ന രീതി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ കൺട്രോളർ എന്നൊരു സാധനം, ഒരാളുണ്ടാവും, അല്ലെങ്കിൽ ഒരു കോമ്പോണൻ്റ് ഉണ്ടാവും. അതിൻ്റെ അകത്തൊരു പിന്നെ ആക്ച്വേറ്റർ എന്നൊരു സാധനം ഉണ്ടാവും. സെൻസേഴ്സ് ഉണ്ടാവും, എനർജി ഉണ്ടാവും. അതായത് എനർജി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ആയിരിക്കും, അത് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാവും. മോസ്റ്റ്ലി ഇലക്ട്രിസിറ്റി തന്നെ ആയിരിക്കും. പിന്നെ സെൻസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നേരത്തെ മനുഷ്യൻ്റെ കാര്യം പറഞ്ഞാൽ മനുഷ്യൻ കാര്യം മനസ്സിലാക്കിയിട്ട് അത് തൊട്ടും അല്ലെങ്കിൽ കണ്ടുകൊണ്ടും സ്മെല്ല് കൊണ്ടും മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നതിന് പകരം ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടി, അതായത് ഉദാഹരണത്തിന് ടെമ്പറേച്ചർ എത്രയെന്ന് മനസ്സിലാക്കാൻ അതിൻ്റെ ഒരു സെൻസർ ഉണ്ടാവും, എത്രത്തോളം കറങ്ങിയെന്ന് മനസ്സിലാക്കാൻ അതിൻ്റെ ഒരു സെൻസർ ഉണ്ടാവും. അപ്പോൾ ഓരോന്നിനും ഓരോ സെൻസറുണ്ട്. ആക്ച്വേറ്റർ എന്ന് പറഞ്ഞ ഈ സാധനം പ്രാവർത്തികമാക്കുന്നു. അപ്പോൾ കൺട്രോളറാണ് ബ്രെയിൻ, ആക്ച്വേറ്റർ എന്ന് പറഞ്ഞാൽ പ്രാവർത്തികമാക്കുന്നു സെൻസറിൻ്റെ സഹായത്തോടു കൂടെ. അതായത് വെറുതെ പ്രാവർത്തികമാക്കിയാൽ പോരല്ലോ, സെൻസർ വർക്ക് ചെയ്യുന്നതനുസരിച്ച് സെൻസറിൻ്റെ നിന്ന് കിട്ടുന്ന നിർദ്ദേശം, അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവനതനുസരിച്ച് വർക്ക് ചെയ്യുന്നു. ഇതിനെല്ലാത്തിനും എനർജി വേണം, അതിനൊരു സംഭവം ഉണ്ടാവും. അപ്പോൾ ഇഷ്ടംപോലെ മെഷീൻസ് ഉണ്ട്, പാക്കിങ്ങിനും കാര്യങ്ങളൊക്കെ മെഷീൻ ഉണ്ട്. അപ്പോൾ ഇത് ഓട്ടോമേഷൻ ചെയ്താൽ എന്താ ഗുണം, നമുക്ക് കാര്യങ്ങൾ അക്യുറേറ്റ് ആവും, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇവനായിട്ട് പണിയെടുക്കാൻ അടിമയാണ് നമ്മുടെ. പിന്നെ കുറച്ച് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് നമ്മൾ മോണിറ്റർ ചെയ്യണം. മനുഷ്യർ ഇടയ്ക്കിടയ്ക്ക് അതിലൊന്ന് നോക്കണം, കാരണം ചെറിയ എറേഴ്സും കാര്യങ്ങളൊക്കെ വരാം, അതിൻ്റെ മെയിൻ്റെനൻസ് ഒക്കെ വരാം. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നാലും മനുഷ്യരെക്കാളും കുറച്ചും കൂടി ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ആണ് ഇതിൻ്റെ അകത്ത് പടമായിട്ട് കാണിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ കൺട്രോളർ എന്ന് പറഞ്ഞ ആണ് പ്രധാന സാധനം. ഇതിന് ഓട്ടോമാറ്റിക് കാര്യങ്ങൾ നടത്താൻ സഹായിക്കുന്നതാണ്. ആക്ച്വേറ്റർ എന്ന് പറഞ്ഞൊരു മോട്ടറാവാം, അങ്ങനെ പല മൂവിങ് ആയിട്ടുള്ള മെക്കാനിക്കൽ ടൈപ്പ് പല സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഇതൊരു മോട്ടർ ആയിട്ടാണ് കാണിച്ചേക്കുന്നത്. സെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ടെമ്പറേച്ചർ സെൻസ് ചെയ്യണമാവാം, പൊസിഷൻസ് സെൻസ് ചെയ്യണമാവാം, അങ്ങനെ ഇതെല്ലാം കൂടി ചേർന്ന ആയിട്ടുള്ള ഒരു സംവിധാനമാണ് ഒരു ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഓട്ടോമേഷനിൽ ക്ലോസ് ലൂപ്പ് സിസ്റ്റം എന്നൊക്കെ എഴുതിയേക്കണം കാണാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇതെല്ലാം ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഈ കൺട്രോളർ എപ്പോഴും ഇവനോട് പണി പറയും. അപ്പോൾ ഇവനെന്ത് ചെയ്യും, ആ സെൻസർ വെച്ച് സെൻസേഴ്സിൻ്റെ സഹായത്തോടെ ഇവൻ എന്തോരമായി എന്നുള്ളത് ഇവന് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു ഇതും കിട്ടും.
ഈ സെൻസർ ശരിക്കും കൺട്രോളറിനോട് പറയും ഇവനിപ്പോൾ എവിടം വരെ എത്തി എന്നുള്ളത്. അതായത് ഉദാഹരണത്തിനൊരു ചക്രം കറക്കാനുള്ള ഒരു പരിപാടിയാണെന്ന് കരുതുക. അപ്പോൾ നമ്മുടെ സെൻസർ പറയും, ഇവനോട് പറയും ഇവനിപ്പോൾ ഇന്ന പൊസിഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവൻ പറയും ഓക്കെ കുറച്ചും കൂടി മുമ്പോട്ട് നീങ്ങിക്കുമെന്ന് പറയും നമ്മുടെ കൺട്രോളർ. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യലാണ് ഇതിൻ്റെ ഒരു പ്രധാന ജോലി. ഓക്കെ, അപ്പോൾ ഈ കൺട്രോളറിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം ലോജിക് കൺട്രോളർ, PLC എന്ന് പറഞ്ഞാൽ അതായത് പ്രോഗ്രാം ലോജിക് കൺട്രോളർ. അപ്പോൾ അതിന് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ അധികം സുപരിചിതമല്ലാത്ത പേര് വിയിലെ പ്രോഗ്രാമല്ല, കുറച്ചും കൂടി നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് അതിലേക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനാണ് ശരിക്കും പറഞ്ഞാൽ പ്രോഗ്രാം എന്ന് പറയുന്നത്. പ്രോഗ്രാം ലോജിക് കൺട്രോൾ അതൊരു ലോജിക്കുള്ളൊരു നിർദ്ദേശങ്ങൾ കൊടുത്ത് അത് പ്രകാരം ഇത് വർക്ക് ചെയ്യുന്നൊരു രീതിയാണ് നമ്മൾ സാധാരണ ഇങ്ങനെ ഓട്ടോമേഷൻ പരിപാടികളിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന സാധനങ്ങളിലാണ് പ്രോഗ്രാം ലോജിക് കൺട്രോളർ എന്ന് പറയുന്നത്, PLC എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വയർമാൻ സുഹൃത്തുക്കൾക്കൊക്കെ ഏറ്റവും ഇതിൻ്റെ ഉപകാരം വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഐഡിയ മനസ്സിലാക്കിയാൽ ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള ഇതിൻ്റെ വയറിങ് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കും. ഇപ്പോൾ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ കൺട്രോളറിനെ എങ്ങനെ വന്നാൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള കാര്യങ്ങൾ അവരെ പറഞ്ഞു കൊടുക്കാനുള്ള കേപ്പബിലിറ്റി വേണം. അപ്പോൾ ഞാൻ ബേസിക്കലി അത് രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന്, ഈ പ്രോഗ്രാം ലോജിക് കൺട്രോളറിനെ പ്രോഗ്രാം ചെയ്യുന്നൊരു സെറ്റ് ഓഫ് ആൾക്കാർ വേണം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് എഞ്ചിനീയേഴ്സ് ആയിരിക്കാം. എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാനത് ക്വാളിഫിക്കേഷൻസ് ബിടെക്കോ അങ്ങനെയുള്ള കൊണ്ടല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് പഠിച്ച് ഇതിനെപ്പറ്റി ഇവനോട് വർത്തമാനം പറയാൻ, ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള പ്രോഗ്രാം, ലാഡർ പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞ അതിൻ്റേതായ ഭാഷകളുണ്ട്. അപ്പോൾ ആ ഒരു ഭാഷയിൽ അവനോട് സംസാരിക്കാൻ കഴിവുള്ള ഒരാളെയാണ് ഞാൻ എഞ്ചിനീയർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് ആർക്കും ആവാം. ഇപ്പോൾ 10ാം ക്ലാസ് പഠിച്ചൊരു പയ്യനോ അല്ലെങ്കിൽ അതിന് താഴെയുള്ള ഒരാൾക്ക് പോലും ഇത് പഠിച്ചെടുക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ആർക്കും ഇത് പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങളുള്ളൂ. അതിൻ്റെ ഒരു രീതി മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ഇതിലെ പ്രധാന സംഭവം. അപ്പോൾ ആ ഒരു പാർട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഞാനിതിൻ്റെ ഓവറോൾ ഒരു ഔട്ട്ലൈൻ എന്താണെന്നുള്ള അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇതേപോലെ ഇതിൻ്റെ അകത്ത് കണ്ടു കഴിഞ്ഞാൽ വയറിംഗ് ആണ് മെയിൻലി നടക്കുന്നത്. അപ്പോൾ വയറിംഗ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ പിന്നുകളുണ്ട്. അപ്പോൾ ആ പിന്നുകൾക്ക് ഓരോ പേരുണ്ട്. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഇവിടെ ക്ലിയർ ആയിട്ട് കിടക്കുന്നത് V1+, I1+, COM, FG, V2+ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ടെർമിനൽസ് ഉണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കൺട്രോൾ വയറിങ്ങിൻ്റെ ഒരു വീഡിയോ, സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ കണ്ടില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് വെർഷനാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളതിൽ നമ്പറിങ് ചെയ്തിട്ട് ചെയ്യണം എന്നൊക്കെ ഞാൻ അതിൽ പറഞ്ഞിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഇതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു കൺട്രോൾ വയറിങ് പഠിക്കാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ നമ്പർ നോക്കിയിട്ട് അവിടേക്ക് വയറെത്തിക്കും. അപ്പോൾ ഇത് ഏതൊരു വയറാണെങ്കിലും ഒരു സ്ഥലത്തു നിന്ന് തുടങ്ങും, മറ്റേ സ്ഥലത്ത് തീരും. അപ്പോൾ അത് എവിടെ നിന്ന് തുടങ്ങുന്നു എവിടെ നിന്ന് തീരുന്നു എന്നുള്ളതാണ് ഡ്രോയിങ് നോക്കി മനസ്സിലാക്കിയാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൽ പിക്ചർ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് PLCയുടെ ബാക്ക് സൈഡാണ് ശരിക്കും കാണിച്ചേക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ടെർമിനൽസാണ് കാണിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഇൻപുട്ട് ടെർമിനൽസ് ഇതൊക്കെ കാണാം. ഇതിലേക്ക് സെൻസറുകളിൽ നിന്നുള്ള ഇൻപുട്ടുകൾ വരും, മറ്റേ സൈഡിലെ ഔട്ട്പുട്ട് പോകും. അപ്പോൾ അതായത് ഈ കൺട്രോളറിലേക്ക് നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ സെൻസിങ് വഴിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ, അത് ഈ വയർ വഴി വരികയും ചെയ്യും. ഈ ചുമന്ന വയറുകൾ തമ്മിൽ ചുമന്നതും കറുപ്പും ഇൻ്റർലിങ്കായിട്ടുണ്ട്. അത് കളറും ഇതിൽ ഇമ്പോർട്ടൻ്റ് അല്ല. അതിൻ്റെ അകത്ത് നമ്പറിംഗ് ആണ് എൻ്റെ പ്രധാന കാര്യം. പിന്നെ ഡാറ്റ കാർഡ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ പ്രോഗ്രാമിംഗ് കേബിളൊക്കെ കാര്യങ്ങളുണ്ട്. അത് കമ്പ്യൂട്ടറുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി നമുക്ക് ഇതിൻ്റെ അകത്ത് കറക്റ്റ് പ്രോഗ്രാം സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വേറൊരു PLC ആണ് കാണിച്ചേക്കുന്നത്. അതിൻ്റെ സാധാരണ ഒരു DC ആണ് സപ്ലൈ വരുന്നത്. പ്ലസ് കണ്ടോ 24 വോൾട്ട് DC എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ടെർമിനൽസ് സീമെൻസിൻ്റെ ആണ്. അതിൻ്റെ ബാറ്ററി, ഒരു ബാക്കപ്പ് ബാറ്ററി ഉണ്ടാവും അതിൻ്റെ അകത്ത്. അതൊക്കെയാണ് കാണിച്ചേക്കുന്നത്. അത് ഡിഫറെൻറ്റ് മോഡലുണ്ട്, കാശ് കൂടിയതും കുറഞ്ഞതും എല്ലാ ടൈപ്പും ഉണ്ട്. ഇത് വേറൊരു PLC കാണാം. ഇതിൻ്റെ അകത്ത് എല്ലാത്തിൻ്റെ രൂപഭാഗങ്ങൾ പല രീതിക്കായിരിക്കും. അതാണ് ഓരോ ടീമുകളുടെ ഓരോ ടൈപ്പ്. ഇത് വേറൊരു മൈക്രോ ലോജിക്സ് എന്നൊക്കെ പറഞ്ഞ ടീമിൻ്റെയാണ്, അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ അതാണ് കാണുന്നത്. അപ്പോൾ പല പല രീതിക്കാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ ഇങ്ങനെ ആയിരിക്കും. ഇതിലിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇതിൽ പ്രധാനമായിട്ടും കുറേ ഔട്ട്പുട്ട് ടെർമിനൽസ് ഉണ്ടാവും. കണ്ടോ, ഇവിടെ ഔട്ട്പുട്ട് ടെർമിനൽസ് കാണാം. അപ്പോൾ ഇതിൽ സപ്ലൈ കൊടുക്കുക, AC പവർ സപ്ലൈ കൊടുക്കുക, അത് DC ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ അതുകൂടാതെ ഇൻപുട്ട് കിട്ടുന്നുണ്ടെന്നുള്ള അത് ഇൻഡിക്കേഷൻ, അതായത് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്, അത് ഇവന് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് അവൻ കാണിക്കണ്ടേ. അപ്പോൾ അത് ഇൻഡിക്കേഷൻ ലാമ്പ് മിന്നിയും തെളിഞ്ഞൊക്കെ അത് കാണിക്കും. അപ്പോൾ അതാണ് കാണിച്ച ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
പിന്നെ പി സി സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പി സി ആയിട്ടൊക്കെ ഡീൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. മറ്റേ നമ്മുടെ കമ്പ്യൂട്ടറായിട്ടൊക്കെ ഇത് കണക്ട് ചെയ്ത് പ്രോഗ്രാമിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഔട്ട്പുട്ട് പോകുന്നുണ്ടോ എന്നുള്ള ഇൻഡിക്കേഷൻ ഉണ്ട്. പിന്നെ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള എർത്തിങ് ചെയ്യാനുള്ള ഇതുണ്ട്. ഇവിടെ ഇൻപുട്ട്സ് കൊടുക്കാൻ പറ്റും. സെൻസേഴ്സിൻ്റെ ഇൻപുട്ടൊക്കെ കൊടുക്കാനുള്ള ടെർമിനൽസും പവർ സപ്ലൈ കൊടുക്കാനുള്ളതും പിന്നെ ഇതിൽ അനലോഗ് കൺട്രോൾസ് ഒക്കെ പറഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് റെസിസ്റ്റൻസ് ഒക്കെ കണക്ട് ചെയ്ത് അത് വേരിയേഷനൊക്കെ വരുത്താനൊക്കെ പറ്റും ഇതിൻ്റെ ഔട്ട്പുട്ടിനൊക്കെ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. വളരെ ഡീറ്റെയിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. അതിൻ്റെ ഒരു ബേസിക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ മലമറിക്കുന്ന കാര്യമല്ല എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. മലമറിക്കുന്ന കാര്യമല്ല ഇൻ ദ സെൻസ് നമുക്ക് ഇതിൻ്റെ ഡ്രോയിങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കതിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ടെർമിനൽസ് ഏതാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഇതിൽ വയറിങ് കൊടുക്കാവുന്നതേ ഉള്ളൂ. അത് വൃത്തിയായിട്ട് ചെയ്തു പോകണമെന്നുള്ളൂ. ഇപ്പോൾ ഒരു ഇലക്ട്രീഷ്യൻ റേഞ്ചിലുള്ളവർ DB ഡ്രസ്സിങ് ഒക്കെ ചെയ്യുന്ന അതേ ലാഘവത്തോടെ ചെയ്യാവുന്ന കേസുകളേ ഉള്ളൂ. അതിനേക്കാളും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള ഒരു സംഭവം. അതായത് മറ്റിപ്പോൾ DB ആണെങ്കിൽ MCBയും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് ഇങ്ങനെ നമ്മൾ കൊണ്ടുപോയാൽ മതി. അതിനേക്കാളും കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട്. പക്ഷേ നമുക്ക് പ്രാക്ടീസിലൂടെ അത് ശരിയാക്കാവുന്നേ ഉള്ളൂ. PLCയിൽ ഇങ്ങനെ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് അല്ലെങ്കിൽ അതിൽ എഴുതുന്ന മോഡൽ നമ്പറും പാർട്ട് നമ്പർ, അതിൻ്റെ പവർ എത്ര പവറിൽ വർക്ക് ചെയ്യും എന്നുള്ള കാര്യങ്ങളും അതിൽ എത്ര ഇൻപുട്ട്സ് ഔട്ട്പുട്ടൊക്കെ കൊടുക്കാമെന്നൊക്കെ ഉള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ PLC വെച്ച് നമുക്കിപ്പോൾ ഈ PLC എന്ന് പ്രോഗ്രാം ലോജിക് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഓട്ടോമേഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് ഒരു മെഷീനിൽ ഒതുങ്ങുന്ന കാര്യം മാത്രമല്ല. അത് നമുക്ക് വലിയ ഇപ്പോൾ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളിൽ അല്ലെങ്കിൽ നമ്മുടെ സീവേജ്, നമ്മുടെ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളിലൊക്കെ പല പ്രോസസ്സുകൾ നടത്തണം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാൻ ഈ PLC യൂസ് ചെയ്യാറുണ്ട്. ഇൻഡസ്ട്രികളിൽ പല വർക്കുകൾ ഓട്ടോമാറ്റിക്കായിട്ട് നടത്താൻ വേണ്ടി ഇത് PLC ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിൽ വർക്കുകളുടെ ഇത് കൂടുന്നതനുസരിച്ച് അതിന് ഇൻപുട്ടുകൾ കൊടുക്കും. പല കാര്യങ്ങൾ നോക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളിൽ നിന്ന് വെള്ളം ഓരോ ചേമ്പറുകളിലേക്ക് മാറി കൊണ്ടുവരണം. അതായത് അഴുക്ക് വെള്ളത്തിനെ ശുദ്ധീകരിച്ചെടുക്കുന്നതാണ് അതിൽ ചെയ്യുന്നതെങ്കിൽ അത് പല പ്രോസസ്സിൽ കൂടെ ചെയ്യണം. അപ്പോൾ ഇതിലൊക്കെ എന്തൊക്കെ സംഭവിക്കുന്നു, അതിലിപ്പോൾ വെള്ളത്തിൻ്റെ അവസ്ഥ എന്താ, എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൻ്റെ അകത്ത് നോക്കാം. അപ്പോൾ PLC എപ്പോഴും ഇൻപുട്ട് ഔട്ട്പുട്ട് ടെർമിനൽസിൻ്റെ എണ്ണം നമ്മൾ മനസ്സിലാക്കണം. ഇതനുസരിച്ച് ഔട്ട്പുട്ടും അതേപോലെ ചിലപ്പോൾ പല മോട്ടേഴ്സിനായിരിക്കും ഇത് കൺട്രോൾ ചെയ്യേണ്ടത്. അപ്പോൾ എത്ര മോട്ടറുകളുണ്ട്, അപ്പോൾ അതിനെല്ലാത്തിനും കൺട്രോൾ ചെയ്യണം. അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ടെർമിനൽസിന് തീരുമാനിക്കുന്നത്. അത് ചിലപ്പോൾ ഡയറക്റ്റ് മോട്ടറിൽ കൊടുക്കുമായിരിക്കില്ല, അതിൻ്റെ റിലേ വഴി കോൺടാക്ടറിലേക്ക് ചെല്ലുമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അതൊക്കെ ഇതിൻ്റെ എൻജിനീയറിങ് വിഭാഗത്തിൽപ്പെടുന്ന കാര്യങ്ങളാണ്. നമ്മളിതിൻ്റെ വയറിംഗ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി അതിൻ്റെ പ്രോഗ്രാമിംഗ് എങ്ങനെയാണെന്നുള്ളത് തീരുമാനിച്ച് നമുക്ക് അതിൻ്റെ ഒരു പടം തന്നു കഴിഞ്ഞാൽ അതേപടി നമുക്ക് കണക്ഷൻ ചെയ്ത് കൊടുക്കുക എന്നുള്ള കാര്യങ്ങളാണ് അതിൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് PLC സെലക്ട് ചെയ്യണമെന്നൊക്കെ ഉള്ളതാണ് അതിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ഇൻപുട്ട്സും ഔട്ട്പുട്ടും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിന് ബേസ് ചെയ്തിട്ടാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, വളരെ വിശദത്തിലേക്ക് നമുക്ക് വേറൊരു ഇതിൽ പോവാം. അപ്പോൾ PLCക്ക് ഇൻപുട്ടുകൾ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മിക്കവാറും പുഷ് ബട്ടണുകളോ അതൊക്കെ ആയിരിക്കും. അതൊക്കെ അനലോഗ് ഇൻപുട്ടുകൾ, സെലക്ടർ സ്വിച്ചുകൾ, ലിമിറ്റ് സ്വിച്ച്, പ്രോക്സിമിറ്റി സ്വിച്ച് എന്നൊക്കെ പറഞ്ഞ് പല സാധനങ്ങൾ. ഇപ്പോൾ ഈ ലിമിറ്റ് സ്വിച്ച് എന്നൊക്കെ പറഞ്ഞാൽ ഉദാഹരണത്തിന് നമ്മുടെ ലിഫ്റ്റൊക്കെ വന്ന് നിൽക്കില്ലേ, ലിഫ്റ്റ് ഒരു പർട്ടിക്കുലർ ഫ്ലോറിലൊക്കെ വന്ന് നിൽക്കുന്നത്, അത് അവിടെ വന്ന് ഒരു പർട്ടിക്കുലർ സാധനത്തിൽ തട്ടുമ്പോൾ അത് ഇന്ന ഫ്ലോറാ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ പല ക്രെയിനുകളിലൊക്കെ യൂസ് ചെയ്യും. അങ്ങനെ പല സാധനങ്ങളിലും യൂസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രോക്സിമിറ്റി സ്വിച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ വണ്ടികളൊക്കെ നമ്മൾ റിവേഴ്സ് അടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അത് പോയി ഇത്ര ഡിസ്റ്റൻസിലാണെന്നൊക്കെ. അത് പ്രോക്സിമിറ്റി സെൻസേഴ്സാണ് അതിൽ യൂസ് ചെയ്യുന്നത്. അത് ആ പ്രോക്സിമിറ്റി സെൻസർ പറഞ്ഞു കൊടുക്കുന്നത് അവിടെ PLC ആയിരിക്കില്ല, അവിടെ വേറെ ടൈപ്പ് കൺട്രോളേഴ്സ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ PLCs ആണ് ഇൻഡസ്ട്രിയിലൊക്കെ കൂടുതലും യൂസ് ആകുന്നത്. അപ്പോൾ PLC ഇങ്ങനത്തെ പാനലുകൾ സാധനത്തിൻ്റെ അകത്തായിരിക്കും ഉണ്ടാകുക. അപ്പോൾ അതിൽ ഡസ്റ്റ്, വാട്ടർ, ഓയിൽ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അതിലേക്ക് കയറാത്ത രീതിയിൽ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വയേഴ്സൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് ലേബലൊക്കെ ചെയ്ത് നല്ല വൃത്തിയായിട്ട് വേണം നമ്മൾ അതിൻ്റെ വയറിങ് പരിപാടികളൊക്കെ ചെയ്യാൻ. അതുകൂടാതെ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് ഇടയ്ക്ക് പ്രോപ്പർ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യണം. ഫിൽറ്ററിങ്, ക്ലീനിങ്ങും അങ്ങനെ ഇടയ്ക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ലൂസ് കണക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഡീലിങ്സ്. അപ്പോൾ നമുക്ക് വളരെ വിശദമായിട്ട് ഞാൻ നോക്കട്ടെ. ഇതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളവർ ആണെങ്കിലാണ് ഞാൻ അതനുസരിച്ച് ഈ വീഡിയോസ് കൂടുതൽ ചെയ്യുന്നുള്ളൂ. ഓരോരുത്തരും ഇൻട്രസ്റ്റ് അനുസരിച്ച് നമ്മൾ വീഡിയോസ് ഇപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇതിൽ വളരെ വിശദമായിട്ട് പറയണമെങ്കിൽ അത് കുറേ ഡെപ്തിലേക്ക് തന്നെ പോകണം. ഓക്കെ.